ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സംശയമായിരുന്നു എന്ത്, വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ജൂനിയർ അസിസ്റ്റൻറ്റ് കാഷ്യർ തസ്തികകളിലേക്കുള്ള PSC വിജ്ഞാപനം കാറ്റഗറി നമ്പർ 382/2025 383/2025 പ്രകാരം BTech ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്സ് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ BTech കഴിഞ്ഞിരിക്കുന്നവർക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്കും എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ബിരുദം കരസ്ഥമാക്കുക, അല്ലെ, ബിരുദം ഉണ്ടായിരിക്കുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യത. BTech എന്ന് പറയുന്നത് ഒരു ബിരുദമല്ലേ? അപ്പോൾ അതും എന്താണ്, ഈ BA, BCom, BSc എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു ബിരുദമാണ് BTech. സോ അത് എന്താണ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ എഴുതാൻ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താണ്. KSFE, KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്, കെൽട്രോൺ ലിമിറ്റഡ്, കേരള കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുതലായ സ്ഥാപനങ്ങളിലേക്കായുള്ള ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക് എക്സെട്ര തസ്തികകളിലേക്കുള്ള വിജ്ഞാപനത്തിൽ കാറ്റഗറി നമ്പർ 382/2025 യോഗ്യതയായി പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച BA, BSc, BCom എന്നീ ബിരുദങ്ങൾ അല്ലെങ്കിൽ മറ്റ് തത്തുല്യ യോഗ്യതകൾ എന്നാണ്. ഇതോടൊപ്പം അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച BBA, LLB, BTech, MBBS, BDS, BAMS, BHMS മുതലായ പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട്. മുൻകാല ലിസ്റ്റുകളിലെല്ലാം ഉൾപ്പെട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ യോഗ്യതയുള്ള ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ജോലി ചെയ്തു വരുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ബിരുദധാരികൾക്ക് ഏറ്റവും അധികം ജോലി സാധ്യതയുള്ള ഒരു വിജ്ഞാപനമാണിത്. കേരളത്തിലെ വിവിധ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC and ST ലിമിറ്റഡ്, കേരള ആർട്ടിസൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സിഡ്കോ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള, ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ് എക്സെട്ര എന്നീ തസ്തികകളിലേക്കും കാറ്റഗറി നമ്പർ 382/2025 യോഗ്യതയായി പറയുന്നത്. മേലെ ഉദ്ധരിച്ചവ തന്നെയാണ് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ബിരുദമുള്ളവർക്കും ഈ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 19/11/2025 താങ്കളുടെ BTech യോഗ്യത അവസാനിക്കും മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഇതായിരുന്നു വാർത്തയിൽ വന്നിരുന്നത്. അപ്പോൾ എന്താണ്, ഒരു BTech കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷന്റെ ഒരു യോഗ്യത എല്ലാന്ന് ആരും കരുതരുത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു യോഗ്യത തന്നെയാണ് BTechഉം അതുപോലെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് ഒട്ടും കാലതാമസം വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നോക്കിയേ, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് എന്താണ്, November 19 അതുപോലെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം മിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മിൻറ്റ് November 5 നമുക്ക് ഒരു സ്കോളർഷിപ്പ് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്കോളർഷിപ്പ് എക്സാമിൽ മികച്ച വിജയം കൈവരിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം എന്താണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്താണ്, ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന നല്ലൊരു എക്സാമുമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അല്ലേ. നമുക്കത് നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ സമർപ്പിക്കേണ്ട ഡേറ്റും കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും നമുക്ക് അറിയാം എക്സാം എപ്പോഴാണ്, 2026, അല്ലേ. നമുക്കൊരു മാർച്ച് ഏപ്രിൽ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മിൻറ്റ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാണ്, അതും ഫ്രീ ആയി. ഈ സ്കോളർഷിപ്പ് എക്സാമിൽ നിങ്ങൾ നല്ല രീതിയിൽ എക്സാംസ് പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. കൂടാതെ November 4 മുന്നേ നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഓഫ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.